ചേച്ചി കുട്ടിക്കാലത്ത് ഓണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ടാവും അല്ലേ? തീർച്ചയായും ഏതൊരു മലയാളിയെ പോലെ ഞങ്ങൾക്ക് കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ഒരുപാട് നിറമുള്ള ഓർമ്മകളാണ്. എത്ര സന്തോഷകരമായിരുന്നു ആ ദിവസങ്ങൾ. പ്രത്യേകിച്ചും ഇന്നത്തെ പോലെ എല്ലാ ഭക്ഷണവും എപ്പോഴും കിട്ടുകയില്ല. പരിമിതമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഓണം എന്ന് പറഞ്ഞാൽ ഒരു പരിമിതിയില്ല. ഒരാഴ്ച മുമ്പേ അമ്മ വിവിധങ്ങളായ പലഹാരങ്ങൾ അമ്മ തന്നെ ഉണ്ടാക്കി ടിന്നുകളിൽ സൂക്ഷിച്ചു വയ്ക്കും. അതിൻ്റെ മണം പോലും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഒപ്പം സദ്യവട്ടങ്ങൾ കൃത്യമായി ചെയ്യും. വീട്ടിലെ കസിൻസ്, അയൽവക്കത്തെ കുട്ടികൾ, അങ്ങനെ എൻ്റെ അച്ഛനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഉണരണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഇന്ന വീട്ടുജോലി, കാര്യങ്ങൾ, പഠനം, അങ്ങനെ എല്ലാത്തിനും ഒരു ക്രമീകരണമുണ്ട്. കളിക്ക് പ്രത്യേകിച്ചും പരിമിതമായ സമയം തരുള്ളൂ. ഇന്ന സമയത്ത് കളിക്കാൻ പോയാൽ ഇന്ന സമയത്ത് തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾ താമസിക്കുകയില്ല. അപ്പോൾ കളി രസം പിടിച്ച് വരുമ്പോഴായിരിക്കും തിരിച്ചു വരേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഇന്നൊരു വിഷയമേ അല്ല. തീർച്ചയായും അച്ഛൻ എല്ലാ കാര്യത്തിലും അച്ചടക്കത്തിൻ്റെ അച്ചടക്കത്തിൻ്റെയും സത്യസന്ധതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും കൂടി ഒരാളായിരുന്നു. പിന്നെ കോളേജൊക്കെ ആകുമ്പോൾ കോളേജിൻ്റെ ആഘോഷങ്ങൾ ഒരു ദിവസം നമ്മളെ എല്ലാവരെയും പോലെ നമുക്ക് അത്തരം ആഘോഷങ്ങൾ ഇത്രയും ധാരാളിത്തം നമുക്ക് ആ കാലങ്ങളിലില്ലായിരുന്നു. പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം എന്നൊക്കെ പറയുന്ന കണക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പുതുവസ്ത്രങ്ങൾ കിട്ടും. അപ്പം വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കിട്ടും. പിന്നെ മാമന്മാരും കുഞ്ഞുമാരും എല്ലാവരും ആളാ പങ്ക് വാങ്ങിച്ചു തരും. എല്ലാവരും പൈസ തരും. പോക്കറ്റ് മണിയൊക്കെ കിട്ടും. മൊത്തത്തിൽ കളറാണ് ഓണം. എല്ലാ നാടൻ പൂക്കളും കൊണ്ടല്ലേ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ തൊട്ടടുത്ത തൊടികളിലും വളരുന്ന പൂക്കൾ കൊണ്ടാണ് പൂക്കളം ഇടുന്നത്. അത് എല്ലാ വീട്ടുകാരും ശേഖരിക്കാൻ പോകും. മുമ്പേ കിട്ടാനുള്ള വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ചാടി, അല്ലാത്ത ദിവസം എഴുന്നേക്കാൻ എന്തൊരു പാടാ. ഇതൊക്കെ ആരും വിളിക്കേണ്ട, തന്നെ ചാടി എഴുന്നേറ്റ് നേരം വിളിക്കുന്നതിന് മുമ്പ് ഓടിപ്പോയി പൂക്കളൊക്കെ കൊണ്ടുവന്ന് പൂർത്ത് പൂക്കളം ഉണ്ടാക്കുക. ഊഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലേ വീട്ടിൽ ഊഞ്ഞാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു മാസം ഊഞ്ഞാൽ, അങ്ങനെയല്ല. പിന്നെ നാട്ടിൽ മുഴുവൻ പേരും ഒരുമിച്ച് കൂടി ഉറിയടി, എനിക്കൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ കൊച്ചുക്ക് വരാത്ത കഷായില്ലെന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലാത്തിനും ചെയ്യും. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ഈ കുട്ടികൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടോ? കൂട്ടത്തിൽ പാടും, അല്ലാതെ സ്വന്തമായിട്ട് പാടാൻ രാഗവും താളമൊന്നും എനിക്കില്ല. ഒറ്റയ്ക്ക് പറ്റില്ല. അതിനുള്ള താളബോധം ഇല്ല. പാട്ട് പാടുന്നതല്ലേ ചെറുതായിട്ടല്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. അത്തരത്തിൽ മാവേലി നാടുവാണ പോലെയുള്ള ഒരു സദ്ഭരണവും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.